ഹായ് ഗായ്സ്, ഇപ്പം നമ്മൾ ഇന്നൊരു വ്ളോഗ് വീഡിയോ ആണ്. ഒരു ഷോപ്പിംഗ് വ്ളോഗ് എന്നൊക്കെ പറയാല്ലേ അമ്മ? എന്താ എന്തേലൊക്കെ പറയ് ഗൈസ്. എൻ്റെ വിഷു കഴിഞ്ഞിട്ടായിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങുകയാണ്. വിഷു കഴിഞ്ഞിട്ട് വെച്ചാൽ അധികം പ്രതീക്ഷിക്കരുത് ഗൈസ്. ഒരു 1000 രൂപ ഞാൻ എടുക്കുന്നുണ്ട്. 1000 രൂപ ഇനിയുള്ള എൻ്റെ 500 നോട്ടുകൾ. അപ്പം ഞാനത് എടുക്കുകയാണ്. എന്തായാലും അവിടെ ഇങ്ങനെ പൂത്തി വെച്ചിട്ട് കാര്യമില്ല ഗൈസ്. അങ്ങനെ ഇരുന്നത് എൻ്റെ കയ്യിൽ നിന്നല്ലാതെ അമ്മയുടെ കയ്യിൽ വിട്ട് പോയി ചിലവാകും. അപ്പം ഞാനത് അങ്ങോട്ട് അവിടെ വെക്കുന്നില്ല. അപ്പം ഞാൻ ഇന്ന് എന്താ ചെയ്യാൻ പോണെന്ന് പറയും മാതാവേ? വെറുതെ റൗണ്ട് അടിച്ചിട്ടുണ്ട്, തിരിച്ചു വരും ഗൈസ്. ഞാൻ നാളൊരു വന്നു. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ എന്താണ് ഞാൻ ഡേ ആൻഡ് ലൈഫിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സാരി ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ഫുൾ കുർത്ത സെറ്റ് അടിക്കാൻ പോകുന്നു ഗൈസ്. അത്ര വലിയൊന്നും ആവില്ല എൻ്റെ ഒരു നിഗമനത്തിൽ. അപ്പോൾ അത് സെറ്റ് അടിക്കാനുണ്ട്. പിന്നെ ഒരു മെറ്റീരിയൽ ബാക്കി വന്നിട്ടുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പിന്നെ ഉള്ള മെയിൻ ഇൻറ്റൻഷൻ എന്ന് വെച്ചാൽ ഒരു റിംഗ് ലൈറ്റ് വാങ്ങണം. നല്ലൊരു റിംഗ് ലൈറ്റ് നോക്കി വാങ്ങണം. എന്തായാലും ഇവിടെ ഗുരുവായൂർ ചാവക്കാട് കിട്ടില്ല. എന്തായാലും ഗുരുവായൂർ കട അറിയോ? ഗുരുവായൂർ മമ്മിയോരൊക്കെ ഒന്ന് പോയി തപ്പണം. എന്താ അങ്ങനെയൊക്കെ ആക്ഷൻ കാണിക്കണ ഗൈസ്? അപ്പോൾ നമുക്ക് എന്താണ് ഇന്നത്തെ വ്ളോഗ്. ഞാൻ പറഞ്ഞ അമ്മയുടെ അടുത്ത് നമുക്ക് വ്ളോഗ് എടുത്തിട്ട് കാര്യമില്ല, നിങ്ങളാരും വീഡിയോ കാണില്ല. എനിക്കറിയാം ഇങ്ങനത്തെ ലോങ് വീഡിയോസ് യൂഷ്വലി ഞാനും അങ്ങനെ കാണാറില്ല കേട്ടോ, വ്ളോഗിൻ്റെ ലോങ് വീഡിയോസ്. പക്ഷെ അമ്മ പറഞ്ഞിട്ടാണ് ഗൈസ് ഞാൻ എടുത്തത്. അപ്പോൾ ഡൺ. അപ്പോൾ ഗൈസ് എൻ്റെ ടോപ്പ് ഫ്രം LMNOPQ ആൻഡ് പാരച്യൂട്ട് ബാഗ് ഫ്രം LMNOPQ ഗൈസ്. ഇത് കുറച്ചുകൂടി ലൂസുള്ള എടുക്കണമായിരുന്നു. എനിക്കറിയുണ്ടായിരുന്നില്ല ഇത് ഇപ്പോൾ ട്രെൻഡിൽ വന്ന സാധനമായിരുന്നു എന്ന്. അപ്പോൾ കുഴപ്പമില്ല, പക്ഷെ നല്ല കംഫർട്ടബിൾ ആണ്. എന്ത് സുഖമാണ് അറിയുന്നത്. ജീൻസിനേക്കാൾ എനിക്കിത് ഇഷ്ടമാണ്. ഞാൻ ഒന്നും ചെയ്യുന്നില്ല നോക്ക്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ സൺസ്ക്രീൻ അടുത്തല്ല, ഇതാണ് ഞാൻ ഇടാൻ പോകുന്നത്. സൺസ്ക്രീൻ ഡോക്കിൻ്റെ അൾട്രാ ലൈറ്റ് സൺസ്ക്രീൻ ആണ്. ഇത് വളരെ ലൈറ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇതുകൊണ്ട് ഇട്ടത്. ഇതിൽ വേറെ 2 സൺസ്ക്രീനും കൂടെ ഉണ്ട്. ഇപ്പോൾ ഒരു സമയത്ത് സൺസ്ക്രീനേ ഇല്ലാണ്ട് അമ്മയുടെ സൺസ്ക്രീൻ കടം വാങ്ങിയിരുന്നു ഞാനായിരുന്നു ഗൈസ്. ഇപ്പം എൻ്റെ ഒരു 3 സൺസ്ക്രീനാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് മാറി മാറി ഉപയോഗിക്കാം, സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് ഉപയോഗിക്കാറ്. സ്കൂളിൽ പോകുമ്പോൾ ഞാൻ വേറെ സൺസ്ക്രീനാണ് എടുക്കുക, കാരണം റെഡി ആവുന്ന സമയത്ത് ഞാൻ അങ്ങനെ വേർത്തൊലിക്കാറില്ല. സ്കൂളിലേക്കല്ലേ പോകുന്നത്, നമ്മളങ്ങനെ വെയിലൊന്നും അധികം കൊള്ളില്ല. തിരിച്ച് വരുമ്പോൾ വെയിൽ കൊള്ളും, പോകുമ്പോൾ വെയിലൊന്നും കൊള്ളില്ല. കുറച്ച് ലിപ് ബാം ഇട്ടുണ്ടായിരുന്നു, ഞാൻ കളഞ്ഞാണ്. ചുണ്ടൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് ജസ്റ്റ് കഴിച്ചു. ഞാൻ ഫേസ് സ്കാനഡായിട്ട് ലിപ്സ്റ്റിക്കാണ് ഇടുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. കണ്ണ് ഇരുന്നൊന്നുമില്ല, അതുകൊണ്ട് ജസ്റ്റ് ഒരു ബ്രൈറ്റ് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് നമുക്ക് സെറ്റാക്കാം. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്, നെർസിന് ഭയങ്കര ഇഷ്ടമാണ്, മീനോന് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ എന്തെങ്കിലുമൊക്കെ പറയേ, നിങ്ങളെ സൗണ്ടില്ലാണ്ട് വീഡിയോ രസം ഉണ്ടാവില്ല. അമ്മ ഇന്ന് ഉറക്ക ക്ഷീണത്തിലാണ് ഗൈസ്. ഞാൻ വിളിച്ചുണർത്തിക്കോണമെന്നല്ല കേട്ടോ, ഇന്ന് സാഹചര്യം മൂലം അമ്മയ്ക്ക് ഉറങ്ങാൻ പറ്റിയില്ല ശരിക്കും. എന്തെങ്കിലുമൊക്കെ പറയാൻ എനിക്ക് പോവാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല, ഭയങ്കര മൂഡ് ഓഫ്. എന്റെ മൂഡ് ഓഫ്? ഉറക്കം വരുന്നു. ഓ അങ്ങനെയോ? ഉറക്കം ശരിയില്ലെന്ന്. ഞാനല്ല അത് ഉത്തരവാദി. എത്ര വോട്ട് പോയിട്ടിപ്പോ കഴിഞ്ഞില്ലേ? ഇനി ഹെൽമെറ്റ് ഇടാൻ കേട്ടോ. ഓക്കെ സെറ്റല്ലേ? മുടി കെട്ടില്ല പറഞ്ഞിട്ട് അതെയോ? ഞാൻ കൊണ്ടുപോട്ടെ മൊബൈലിൽ. നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങുകയാണ് ഗൈസ്. വെറുതെ ആ കാറിൻ്റെ ഗ്ലാസ്സിലൊക്കെ നോക്കിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. എപ്പോൾ പുറത്ത് പോയാലും ഞാൻ അവിടെ നോക്കും, കാരണം അതിൽ എന്നെ കുറച്ചുകൂടെ വണ്ണം തോന്നിക്കും. അപ്പോൾ അതുകൊണ്ട് വെറുതെ പോയി നോക്കി ഞാൻ കവറൊക്കെ എടുത്ത് നമ്മൾ ഇറങ്ങി ഗൈസ്. ചാവക്കാട് മെഹന്തിയിലാണ് പോയത്. എൻ്റെ മാമൻ്റെ വീടിൻ്റെ പാൽക്കാച്ചലിന് വേണ്ടിയിട്ട് ഇവിടെ നിന്നായിരുന്നു ഞാൻ പട്ടുപാടയുടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഭയങ്കര പ്രതീക്ഷയെല്ലാം നല്ല സ്റ്റിച്ച് ചെയ്യിപ്പിച്ചു, പക്ഷേ സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞാൻ എങ്ങനെയാണോ ഉദ്ദേശിച്ചത് അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കൊടുക്കാൻ എനിക്കൊരു എന്താ പറയുക, ഒരു ആഗ്രഹം ഗൈസ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇവിടെ തന്നെ അങ്ങ് കൊടുത്തു. അപ്പം ഞങ്ങൾ വരുമ്പോൾ ചേച്ചി കുറച്ച് ബിസി ആയിരുന്നു, എന്തോ ആർക്കോ എന്തോ അയൺ ചെയ്തിട്ട് കുറച്ചുകൂടെ പരിപാടികളുണ്ടായിരുന്നു, അതെന്ത് ചെയ്ത് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ വെറുതെ സ്നാപ്പിൽ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വേർപ്പിച്ചു ഗൈസ്. കുറേ ആയി വിചാരിക്കുന്ന അമ്മയുടെ ഓൾഡ് ഫോട്ടോ വെച്ചിട്ട് റിലീസ് ചെയ്യണമെന്ന്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് വെറുതെ ഞാൻ വീഡിയോ എടുത്തു. അതൊക്കെ കഴിഞ്ഞിട്ട് എന്താ ചേച്ചി മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടി തുടങ്ങി. ഞാനൊരു സാരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, അതൊരു സംഭവമാക്കി സ്റ്റിച്ചാക്കാൻ പോവാണ്. അതേ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ആ വീഡിയോ കണ്ട് എന്താണെന്ന് അറിയാൻ പറ്റും.
അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാണ്. പ്രത്യേകിച്ചൊന്നും വാങ്ങാനൊന്നും ഉണ്ടാകുന്നില്ല മെഹന്തിയിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഈ സ്റ്റിച്ചിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒടുക്കത്തെ ബ്ലോക്കായിരുന്നു ചാവക്കാട്. ഭയങ്കര ബ്ലോക്കായിരുന്നു. എങ്ങനെ പോകുമെന്ന് വിചാരിച്ചു കേസ്, അത്രയ്ക്ക് ബ്ലോക്കായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നുളഞ്ഞ് കയറി പോകാൻ വേണ്ടി പറ്റി കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ആ സ്റ്റാർട്ടിങ് ഭാഗം മാത്രം നല്ല തിരക്കുണ്ടാകുന്നുള്ളൂ. പിന്നെ ഉള്ളിലേക്ക് അങ്ങോട്ട് കടന്നപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയിൽ എന്താ പറയുക, വണ്ടി ചെറുതായിട്ടൊന്ന് പണി തന്നു. ടയർ നൈസായിട്ടൊന്ന് പഞ്ചറായ പോലെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അധികം വൈകിപ്പിച്ചില്ല, വേഗം തന്നെ പെട്രോൾ പമ്പിൽ പോയിട്ട് അതിൽ എയർ അടിച്ചു കേസ്, വെറുതെ റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഗുരുവായൂർ പോയിട്ട് കായ ബജി മുളക് ബജിയും കഴിച്ചു. കാരണം ഞാൻ യൂട്യൂബിലായിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു കേസ്, അതുകൊണ്ടാണ് ഞാൻ ഈ ക്ലിപ്പ് ആഡ് ചെയ്തത്. പിന്നെ പോകുന്ന വഴിക്ക് ഒരു ചെരുപ്പ് കട കണ്ടു കേസ്. അപ്പം നമ്മൾ വെറുതെ അവിടെ കയറിയിട്ട് എനിക്കൊരു ക്രോക്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര വിലയൊന്നുമില്ല, 200-150 രൂപ എന്തോ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വെറുതെ എടുത്തതാണ്, കാരണം എൻ്റെ കയ്യിൽ ഇപ്പോൾ തൽക്കാലം ഒരു 2 ചെരുപ്പേ ഉള്ളൂ. ഒരു ക്രോക്സ്, അതാണെങ്കിൽ വയലറ്റ് കളർ ആയതുകൊണ്ട് എല്ലാ ഡ്രസ്സിനും കൂടെ ഇടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഒരെണ്ണം വാങ്ങിയതാണ് കേസ്, വെറുതെ വാങ്ങിയതാണ് കേട്ടോ. എനിക്കങ്ങനെ ചെരുപ്പൊന്നും വാങ്ങേണ്ട സ്വഭാവമില്ല കേസ്, ഞാൻ ചെരുപ്പ് ക്രേസ് ഉള്ള കുട്ടിയേ അല്ല. അപ്പോൾ അതുകൊണ്ട് റെയറായിട്ടേ വല്ല ചെരുപ്പൊക്കെ വാങ്ങുള്ളൂ. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ വാങ്ങിയതാണ്. അത് കഴിഞ്ഞ് ഗുരുവായൂർ മായ പ്ലാസിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഇതുപോലെ യൂട്യൂബ് ലാൻഡ്സ്കേപ്പായിട്ട് എടുക്കാൻ വേണ്ടി പറ്റിയില്ല, ഞാൻ മറന്നു. അപ്പോൾ അതുകൊണ്ട് അവിടേക്ക് നമ്മൾ പോയത് മെയിനായിട്ട് റിംഗ് ലൈറ്റ് നോക്കാനായിരുന്നു. പക്ഷേ അവിടെ റിംഗ് ലൈറ്റ് വന്നിട്ടില്ല പറഞ്ഞു. അപ്പോൾ പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് 2 ദിവസം കഴിഞ്ഞ് നമുക്ക് വീണ്ടും പോകണം കേസ് റിംഗ് ലൈറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട്. കാരണം റിംഗ് ലൈറ്റ് ഇല്ലാണ്ട് ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചില സമയത്ത് രാത്രിയൊക്കെയും വീഡിയോ എടുക്കാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതില്ലാണ്ട് ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് റിംഗ് ലൈറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ബേക്കറിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. ബേക്കറിയിൽ എന്തിനാണ് കയറി വെച്ചാൽ എന്ത് വാങ്ങാനായിരുന്നു, എനിക്ക് ഓട്സ് വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം എനിക്ക് ഓട്സ് കഴിക്കാൻ ഭയങ്കര കൊതിയായി ഗൈസ്. ക്വക്കർ ഓട്സാണ് എന്തായാലും പ്രൊണൗൺസ് ചെയ്യാൻ അറിയില്ല. അപ്പോൾ ആ ക്രോക്സ് അല്ല, ആ ഓട്സ് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. പിന്നെ അവിടെ കുറേ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. നമ്മളതൊന്നും എടുത്തില്ല ഗൈസ്, അതിനൊന്നും ആവശ്യമില്ല, അതുകൊണ്ട് എടുത്തില്ല. അപ്പോൾ ഇവിടെ വന്ന് യൂഷ്വലി എൻ്റെ കാരണം പല സ്ഥലത്തേക്കും പോകും ഗൈസ്, പക്ഷേ നമുക്ക് ആവശ്യമുള്ളത് മാത്രം വാങ്ങിയാൽ മതി. അപ്പോൾ അത് വാങ്ങി. പിന്നെ ഉണ്ണികൾക്ക് ഐസ്ക്രീം, ഋതു പ്രത്യേക ഐസ്ക്രീം വാങ്ങിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ചോക്കോബാർ പോലത്തെ ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് വാങ്ങിയിട്ട് കൊടുക്കണം. ഞങ്ങൾ വരുമ്പോൾ തന്നെ ന്യൂസ് ഇവിടെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അവൾ ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു എന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ട് അവൾക്ക് കൊടുക്കണം. നമുക്കിനി ഉണ്ണികൾ അവിടെ കളിക്കാൻ കൊടുക്കുകയാണ് തറവാട്ടിൽ മേലെ. സോ നമുക്ക് അവിടെ പോയിട്ട് അവർക്ക് കൊടുക്കാം ഗൈസ്. ഉണ്ണികൾ കളിക്കുകയാണ് മേലെയാണ്. അപ്പോൾ നമുക്ക് പോവാം ഗൈസ്, ചോക്കോബാറൊക്കെ കൊണ്ട് കൊടുക്കാം. നമുക്ക് അവരെ റിയാക്ഷൻ കാണാം. അതിന് മുമ്പ് എൻ്റെ ഏതാന്ന് ഞാൻ തപ്പിയെടുക്കട്ടെ, അല്ലെങ്കിൽ അത് പോവും. ഗൈസ് വായ വെക്കാൻ കൊള്ളാത്ത ഐസ്ക്രീം, പൊട്ട ടേസ്റ്റാണ് ഗൈസ്. കറക്റ്റ് നമ്മൾക്ക് ചുമയ്ക്ക് ഒരു ടോണിക്ക് കഴിക്കില്ല, അതിൻ്റെ ചോയായിട്ടല്ലേ തോന്നിയത്, അതിൻ്റെ ഒരു ചോയ്പ്പാണ്. പിസ്തയായിരുന്നു, പിസ്ത പിന്നെയും സഹിക്കാൻ തോന്നുന്നു. ഇല്ല പിസ്ത വായ വെക്കാൻ കൊള്ളേ, എങ്ങനെയൊക്കെ ഞാൻ കഴിച്ചെടുത്തു. ഞാൻ ചേച്ചിയുടെ ടേസ്റ്റ് ചെയ്തൊക്കെ വൃത്തികെട്ട ടേസ്റ്റ്. 20 രൂപ നൊസ് ഗോളടിച്ച് അവൾക്ക് നല്ലതാണ് ഗൈസ് കിട്ടി. നമ്മള് സെയിം ചോക്കോബാർ അല്ലേ, സെയിം ചോക്കോബാർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്. അതെ, നല്ല ഭംഗിയില കിട്ടിയത്. ഡിസ്കസ്റ്റിംഗ് ആണ് ഗൈസ്, കണ്ടെങ്കിൽ രോമാഞ്ചം വന്നു. പക്ഷെ നമുക്ക് ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടില്ല ഗൈസ്, അതിനെ കഷ്ടപ്പെട്ട് കഴിക്കും. ഋതുവിന് തന്നെയാണ് ഗൈസ് കിട്ടി. കാണിക്കും ഇതവിടെ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ എങ്ങനെയൊക്കെയോ സുഹൃത്തു. പക്ഷെ നമുക്കിനി ഡിന്നർ കഴിക്കാം. ഓക്കെ.
അപ്പോൾ ഗൈസ് ഇത് നെർസിൻ്റെയും നീലുവിൻ്റെയും ഋതുവിൻ്റെയും ഡിന്നർ ആണ് ഗൈസ്. ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിലേക്ക് വന്നെടുക്കണം. അതായത് അവരെ കളിയുടെ കോൺസെപ്റ്റ് ഇതാണ്. അപ്പോൾ ഇവിടെ നല്ല അടിപൊളി ഗ്ലാസ്സൊക്കെ ഉണ്ട്. ആ ഗ്ലാസ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല വൈൻ ഗ്ലാസ്സൊക്കെ പോലത്തെ. ഞാൻ ജസ്റ്റ് ഒന്ന് മണപ്പിച്ച് നോക്കിയതാണ്. എന്തൊക്കെ ഇട്ടിട്ടാണോ ഇത് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് ദൈവത്തിന് അറിയാം ഗൈസ്. പിന്നെ ഒരു സുജാലൊക്കെ കലക്കി വെള്ളം കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കുടിക്കാനല്ല, ഇങ്ങനെ കളിക്കുന്നത് തന്നെ. പിന്നെ പാത്രങ്ങളുണ്ട്. പല തരത്തിലുള്ള ഫുഡ് ഇവിടെ അവൈലബിൾ ആണ് ഗൈസ്. VIP മോഡൽ, VIP മോഡൽ എല്ലാ ടൈപ്പ് ഫുഡ് ഇവിടെ അവൈലബിൾ ആണ് ഗൈസ്. സോ ഇങ്ങനെ കിച്ചൺ നിങ്ങൾക്കും സ്വന്തം സിബ്ലിങ്സ് അല്ലെങ്കിൽ കസിൻസ് സ്വന്തമായിട്ട് ഇതുപോലെ ഹോട്ടൽ നടത്തുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ ഗൈസ്. സോ അടുത്ത വീട്ടിൽ കാണാം. ടാ.